ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള രണ്ട് ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പീസാണ്. ഒന്ന് അവിൽ വെച്ചിട്ട് ഉപ്പുമാവും അതുപോലെ തന്നെ ചെറുപയർ കൊണ്ട് ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന വേറൊരു ഡിഷും കൂടിയാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലേക്ക് പോവാം. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ ഉപ്പുമാവാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് പാൻ ഒന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇനി എണ്ണ ചൂടായി കഴിഞ്ഞാൽ ആവശ്യത്തിനുള്ള കടുക് ഇട്ടിട്ടൊന്ന് പൊട്ടിച്ചെടുക്കുക. കടുക് പൊട്ടി വന്നാൽ ഒരു പിടി ഉഴുന്നുപരിപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി അതും കൂടെ നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഉഴുന്നുപരിപ്പൊക്കെ നല്ലൊരു ഗോൾഡൻ കളർ ആവുന്ന വരെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി എടുക്കുക. ഇനി ഇതിലേക്ക് ഒരു ചെറിയ സവോള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ ഒരു പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുക. ഇത് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ നമ്മൾ എപ്പോഴും ഈ അവിൽ വെച്ചിട്ടൊക്കെ അവിൽ വിളയിച്ചെടുക്കുക, അവിൽ ശർക്കര വെച്ച് നനയ്ക്കൊക്കെ അല്ല ചെയ്യാറ്. അപ്പോൾ ഇതൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ ഒരു ചെറിയ ക്യാരറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വേറെ എന്തെങ്കിലും പച്ചക്കറികൾ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക. അപ്പോൾ ക്യാരറ്റൊക്കെ പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും കേട്ടോ. ഇനി കുറച്ച് തേങ്ങ ചെറിയതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി എടുക്കുക. അപ്പോൾ ഈ സമയത്ത് ഞാൻ ഒരു കപ്പ് അവിൽ നനച്ചിട്ട് കുതിർക്കാനായിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു 10 മിനിറ്റ് ഒന്ന് സോക്ക് ചെയ്ത് വെക്കണം വെള്ളത്തിൽ. അതിനുശേഷം നമ്മൾ ഈ പച്ചക്കറികളൊക്കെ ഒന്ന് വഴറ്റിയെടുത്ത് വരുമ്പോഴേക്കും അത് കുതിർന്നിട്ടുണ്ടാവും. അപ്പോൾ ഇനി അത് അരിപ്പയിലേക്ക് മാറ്റി വെച്ചിട്ട് വെള്ളം വാർത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ വെളുത്ത അവിലാണ് എടുത്തിട്ടുള്ളത്. ഏകദേശം ഒരു 10 മിനിറ്റ് സോക്ക് ചെയ്ത് വെച്ചാൽ മതി. സാധാരണ പച്ചവെള്ളത്തിൽ തന്നെ കുതിർത്തി വയ്ക്കുക. ഇപ്പോൾ നന്നായി കുതിർന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. എല്ലാം കൂടി നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ നല്ല എളുപ്പമാണ് തയ്യാറാക്കാനായിട്ട്, വേഗത്തിൽ ഉണ്ടാക്കാനും പറ്റും. അതുപോലെ തന്നെ ഒരു വെറൈറ്റി ടേസ്റ്റാണ്. നമ്മളെന്നും മധുരത്തിൽ കഴിച്ചിട്ട് ഇങ്ങനെ ഒരു ഉപ്പുമാവിൻ്റെ ടേസ്റ്റിൽ അവൽ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും അതുപോലെ ഈവനിങ്ങിൽ ചായക്കൊക്കെ നമുക്കിത് എടുക്കാൻ പറ്റും. ഇതിൻ്റെ കൂടെ പഴം പുഴുങ്ങിയതോ അല്ലെങ്കിൽ പപ്പടം വെച്ചിട്ടൊക്കെ കഴിക്കാം കേട്ടോ. നല്ല ടേസ്റ്റായിട്ടുള്ള ഒരു ഉപ്പുമാവാണിത്. അപ്പോൾ ഇങ്ങനെ ഇതുവരെ ആരും ചെയ്ത് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി ഇത് കുക്ക് ചെയ്യൊന്നും വേണ്ട. അവൽ കുതിർന്നിട്ടുള്ള കാരണം തന്നെ നന്നായിട്ട് തന്നെ അത് സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കണത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ അവൽ വെച്ചിട്ടുള്ള ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട്. ഇത് വെളുത്ത അവലോ അല്ലെങ്കിൽ തവിട് കലർന്നിട്ടുള്ള ബ്രൗൺ കളറ് അവൽ വെച്ചിട്ടോ ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇനി അടുത്തത് നമ്മൾ ചെറുപയർ വെച്ചിട്ടുള്ളതാണ് കാണിക്കണത്. അപ്പോൾ ചെറുപയർ മുളപ്പിച്ചിട്ടുള്ള ഒരു റെസിപ്പിയാണത്. അപ്പോൾ തലേദിവസം തന്നെ ചെറുപയർ കഴുകി വൃത്തിയാക്കിയിട്ട് കുതിർത്താൻ വെച്ചതിന് ശേഷം രാത്രിയിൽ നമ്മളത് വൃത്തിയുള്ള ഒരു തുണിയിൽ കെട്ടി പൊതിഞ്ഞ് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം രാവിലെ ആകുമ്പോൾ ഇതുപോലെ നന്നായിട്ട് അതിന് റൂട്ടൊക്കെ വന്നിട്ടുണ്ടാവും. കണ്ടില്ലേ, തുണിയുടെ അപ്പുറത്തേക്കൊക്കെ നല്ല രീതിയിൽ തന്നെ വേരൊക്കെ വന്നിട്ടുണ്ട്, നന്നായിട്ട് മുളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് തുണിയിൽ നിന്ന് മാറ്റിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് കൊട്ടിയെടുക്കാം. ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. ചെറുപയറൊക്കെ മുളപ്പിച്ച് കഴിച്ചാൽ അത്രത്തോളം ഗുണമുണ്ടെന്ന് എല്ലാവർക്കും അറിയാമല്ലേ. അപ്പോൾ അത്രയും ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണിത്. ഇത് ഇങ്ങനെ വെറുതെ പച്ചക്ക് കഴിക്കുന്നവരുണ്ട്, സാലഡാക്കി കഴിക്കുന്നവരുണ്ട്. അപ്പോൾ ഇതുപോലെയും കൂടെ ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ. നന്നായിട്ട് നല്ല നീളത്തിൽ തന്നെ അതിന് റൂട്ട്സൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിതെങ്ങനെയാണ് കുക്ക് ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഇതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് അടുപ്പത്ത് വെച്ച് നന്നായിട്ട് തന്നെ തിളപ്പിച്ചെടുക്കാം. അപ്പോൾ 2-3 തിളച്ചാൽ മതി കേട്ടോ. കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഒരുപാടിട്ട് വേവിച്ചിട്ട് അതിൻ്റെ ഒരു പോഷക ഗുണങ്ങളൊന്നും കളയരുത്. അപ്പോൾ ജസ്റ്റ് 2 തിള മാത്രം ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി. ഇനി നമുക്കിത് അടുപ്പിലേക്ക് വെച്ചിട്ട് വേഗത്തിൽ തന്നെ ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഏകദേശം ഒരു 5 മിനിറ്റൊക്കെ തിളച്ചിട്ടുണ്ട് കേട്ടോ. ഒരു 3-4 തിളയൊക്കെ തിളച്ചിട്ടുണ്ട്. അപ്പോൾ അത്രയും മതി. നമുക്കിനി ഫ്ലെയിം ഓഫാക്കാം. അതിൻ്റെ റൂട്ട്സ് ഒന്നും പൊട്ടിപ്പോവാതെ തന്നെ ഇളക്കണം കേട്ടോ. അതിൻ്റെ വേരൊക്കെ എല്ലാം വേണം.
ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ എണ്ണ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ, അപ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി ഇതിലേക്ക് ഒരു 5-6 ചെറിയ ഉള്ളി നന്നായിട്ട് കനം കുറച്ച് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. ഉള്ളി നന്നായിട്ട് തന്നെ മൂത്ത് വരണം, നല്ലൊരു ബ്രൗൺ കളർ ആവണം. അതുവരയ്ക്ക് നന്നായിട്ട് തന്നെ എണ്ണയിൽ മൂപ്പിച്ചെടുക്കുക. ഇത് നല്ല എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. പ്രത്യേകിച്ച് വേറെ പണികളൊന്നുമില്ല. മുളപ്പിച്ചിട്ട് പച്ചയ്ക്ക് കഴിക്കുന്നത് ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ടാവും. പ്രത്യേകിച്ച് കുട്ടികളൊക്കെ അങ്ങനെ ആ പച്ച ടേസ്റ്റ് അവർക്ക് ഇഷ്ടമുണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെയൊന്ന് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെന്തായാലും നന്നായിട്ട് കഴിക്കും. അപ്പോൾ നല്ലൊരു ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് നാളികേരം ചിരകിയതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതും നന്നായിട്ട് തന്നെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. നാളികേരത്തിൻ്റെ ആ പച്ച ടേസ്റ്റ് ഒന്ന് പോയിട്ട് എണ്ണയിലൊന്ന് സോഫ്റ്റായിട്ട് വരണം. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ചെറുപയർ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഒരുപാട് വെള്ളം ഇല്ലാതെ വേവിക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. വെള്ളം വാർത്ത് കളഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സത്ത് മുഴുവൻ പോവും. അപ്പോൾ അതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് തന്നെ ഇത് തിളപ്പിച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. വെള്ളം ഒരിക്കലും ഊറ്റിക്കളയരുത്. ഇനി ഇത് ഈ നാളികേരവും ഉള്ളിയും കൂടി യോജിപ്പിച്ച് നന്നായിട്ട് തന്നെ മിക്സാക്കി എടുക്കുക. ഇനി അവസാനം ഇതിലേക്ക് കുറച്ച് ചെറുനാരങ്ങ നീരും കൂടി പിഴിഞ്ഞൊഴിക്കണം. അപ്പോൾ ഇതിൽ വീഡിയോയിൽ പെട്ടിട്ടില്ല കേട്ടോ, അപ്പോൾ അത് നിങ്ങൾ എന്തായാലും അത് മറക്കാതെ ചെയ്യണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ ചെറുപയർ വെച്ചിട്ടുള്ള റെസിപ്പിയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ വീണ്ടും അടുത്ത ഒരു റെസിപ്പി ആയിട്ട് വരാം. അതുവരേക്കും ബൈ ഫ്രണ്ട്സ്.